റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഹാജരായി. നോട്ട് അസാധുവാക്കലിൽ പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്ന് വിശദീകരണം തേടും. കഴിഞ്ഞ ദിവസം പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരായ റിസർവ് ബാങ്ക് ഗവർണർ ഇക്കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ലോക്സഭാ സ്പീക്കറുടെ സമ്മതത്തോടെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ വിളിപ്പിക്കുമെന്ന് PSC ചെയർമാൻ KV തോമസ് വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, വിശദാംശങ്ങൾ. സൗമ്യ, ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ആദ്യ വിശദീകരണം നൽകിയിരിക്കുകയാണ്. ഈ നോട്ട് അസാധുവാക്കലും ഇതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് ഊർജിത് പട്ടേൽ പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ആവശ്യത്തിനുള്ള നോട്ടുകൾ ഉടനടി ബാങ്കുകളിൽ എത്തിക്കും. ഇതിനുള്ള നടപടികൾ ശക്തമാക്കി വരുന്നു എന്നാണ് ഊർജിത് പട്ടേൽ ഈ പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. എന്നാൽ യോഗം തുടങ്ങിയ ആദ്യവേളയിൽ തന്നെ ചില MP-മാർ കള്ളപ്പണം ഇല്ലാതാക്കുന്നതിനായാണ് സർക്കാർ ഈ ഒരു നീക്കം നടത്തിയതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഈ വർദ്ധിച്ച കാര്യം റിസർവ് ബാങ്ക് ഗവർണർ മുമ്പാകെ ചൂണ്ടിക്കാട്ടി. സമാജ്വാദി പാർട്ടിയിലെ ചില MP-മാരും മറ്റും 2000 രൂപയുടെ കള്ളനോട്ടുകൾ ഉയർത്തിക്കാട്ടിയത് ഊർജിത് പട്ടേലിന് നൽകി. ഇതൊന്നും റിസർവ് ബാങ്ക് അറിയുന്നില്ല എന്ന് ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇത് തടയുന്നതിന് ആവശ്യമായ നടപടികളും ശക്തിപ്പെടുത്തും എന്നാണ് ഊർജിത് പട്ടേൽ ആദ്യ മണിക്കൂറുകളിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കറുടെ അനുമതിയോടുകൂടി പ്രധാനമന്ത്രിയെ തന്നെ വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടി വരുമെന്ന് PSC ചെയർമാൻ KV തോമസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. സൗമ്യ, മനുവാണ് വിവരങ്ങൾ നൽകിയത്.